രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതായത് ഇന്ന് നമ്മൾ 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നാരായണീയം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ദശകം 10 4ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച കണ്ണന്റെ രാധ, കൃഷ്ണന്റെ രാധ, രാധയുടെ പ്രണയം എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും അധികം താമസിയാതെ ഭജഗോവിന്ദത്തിന്റെ ക്ലാസ്, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കിട്ടുന്നുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 96453339 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാനും ഈ നമ്പർ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തിട്ട് അഷ്ടാവക്ര ഗീത കേൾക്കണം. ഒരു ഹിന്ദു അഷ്ടാവക്ര ഗീത കേൾക്കാതെ ഒരിക്കലും ജീവൻ വെടിയരുത്. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രമുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ മൂകാംബിക, പിന്നെ തിരുപ്പതി, അതേ കണക്ക് പിള്ളയാർപ്പട്ടി ഗണപതി, മധുര മീനാക്ഷി ക്ഷേത്രം, ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പളനി, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നിശ്ചയമായും കേട്ടിട്ട് ആ ക്ഷേത്രം സന്ദർശിക്കാനായി പോകണം. അതുപോലെ തന്നെ ശ്രീബുദ്ധന്റെ ജനനം മുതൽ കൃഷ്ണന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. രാധികാ കവചൻ 2 ഉണ്ട്, അത് 2 പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിയിട്ടിട്ടുണ്ട്, വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് അഷ്ടപതിയിലൂടെയും മറ്റും നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ, നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ റിജിന. റിജിന പ്രശസ്തനായ ഒരു ഗായകന്റെ ഭാര്യയും കൂടെയാണ്. രാധേ രാധേ ചാനലിന്റെ അവിഭാജ്യ ഘടകമാണ്. രാധേ രാധേ ചാനല് തുടങ്ങിയ സമയം തൊട്ട് ഈ ചാനലിന്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്ന ഒരാളാണ് റിജിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാരായണീയവും ഇതിനു മുമ്പ് റിജിന പാടിയിട്ടിട്ടുണ്ട്, അഷ്ടപതി പാടിയിട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു സൗന്ദര്യലഹരി എങ്ങാണ്ട് പാടി, അങ്ങനെ പലതും ഞാൻ എന്നാ പറയുന്നു അതെല്ലാം റിജിന പാടി നമുക്ക് ഇട്ട് തരാറുണ്ട്. വളരെ ഭക്തിയിൽ ലയിച്ചാണ് റിജിന പാടുന്നത്. അങ്ങനെ രാധേ രാധേ ചാനലിന്റെ ഓരോ പ്രേക്ഷകർക്കും അറിയാവുന്ന, ഓരോ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായി മാറിയ കണ്ണൂരുകാരിയായ നമ്മുടെ റിജിന. റിജിന രാധേ രാധേ ചാനലിന്റെ അഭിമാനമാണ്. അതിമനോഹരമായിട്ട്, അതീവ സുന്ദരമായിട്ട് റിജിന ഏത് പാടുകയാണ്, നമ്മുടെ നാരായണീയത്തിന്റെ ശ്ലോകം പാടുകയാണ്. കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമത്യതോ ജനി മൃഡോ ഭവദേകദേശ നമാനി മേ ഗുരു പദാനി ച ഹാവിരിഞ്ചേ ത്യാദൗ രുരോതകില തേന സാ രുദ്രനാമ. അപ്പോൾ നമ്മുടെ റിജിന ഇത് അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നോക്കേ, താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോ അസ്യ ഭ്രൂമധ്യതോ അജ്ജനി മൃഡോ ഭവഭേഗ ദേശനാമാനി മേ കുരു പദാനി ച ഹാ വിരിഞ്ചേ ത്യാദൗ രുരോധ കില തേന സ രുദ്രനാമ. താവത്, താവത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ, പ്രകോപമുദിതം അർത്ഥം കോപം വർദ്ധിച്ചു, കോപം വർദ്ധിച്ചു. പ്രതിരുന്ധതോ, പ്രതിരുന്ധതോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പ്രതിരുന്ധതോ അസ്യ അർത്ഥം കോപത്തെ തടയാൻ ശ്രമിച്ച ബ്രഹ്മാവിന്റെ, കോപത്തെ തടയാൻ ശ്രമിച്ച ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യതോ അർത്ഥം പുരികക്കൊടികളുടെ നടുക്ക് നിന്നും, പുരികക്കൊടികളുടെ നടുക്ക് നിന്നും. അജനി അർത്ഥം ജനിച്ചു, അജനി ജനിച്ചു. മൃഢ, മൃഢ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ, മൃഢ കാരുണ്യമുള്ളവൻ. ഭവദേക ദേശ അർത്ഥം ഏകദേശം അങ്ങയെപ്പോലെ ഇരിക്കുന്ന, അങ്ങെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണു, ഏകദേശം അങ്ങയെപ്പോലിരിക്കുന്ന. നാമാനി അർത്ഥം നാമങ്ങളെയും. മേ കുരു എനിക്ക് തരൂ. പദാനി അർത്ഥം താമസിക്കാനുള്ള സ്ഥലം, പദാനി താമസിക്കാനുള്ള സ്ഥലം. വിരിഞ്ചേ, വിരിഞ്ചേ ബ്രഹ്മാവേ. ആദൗ ആദിയിൽ. രുരോധകില കരഞ്ഞു അത്രേ, രുരോധകില കരഞ്ഞു അത്രേ. തേന സ രുദ്രനാമ അവൻ രുദ്രനെന്ന് പേരുള്ളവനായി തീർന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉണ്ടായ അതിയായ കോപത്തെ തടയുന്ന ബ്രഹ്മാവിൻ്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ, അതായത് ശ്രീകൃഷ്ണന്റെ അംശരൂപമായി ഒരു കാരുണ്യവാൻ ജനിച്ചു. ജനിച്ച ഉടനെ ആ കാരുണ്യവാൻ അല്ലയോ വിരിഞ്ച,
എനിക്ക് പേരുകളും വാസസ്ഥാനങ്ങളും നിർദ്ദേശിക്കുക എന്ന് കരഞ്ഞു അത്രേ. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ദേവൻ പറഞ്ഞതുകൊണ്ട് അവനെ രുദ്രൻ എന്ന പേര് വിളിച്ചു. രോദനം ചെയ്തവൻ, രോദനം കരയുക, രോദനം ചെയ്തവൻ രുദ്രൻ എന്ന പേര് വിളിച്ചു. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രന്മാരായ സനകാദികളോട് എന്തു ചെയ്തു? ആ ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രന്മാരായ സനകാദികളോട് സൃഷ്ടി നടത്താൻ ആജ്ഞാപിച്ചു. പക്ഷെ സനകാദികൾ അത് അനുസരിച്ചില്ല. അപ്പൊ ബ്രഹ്മാവിന് കോപം വന്നു. ആ കോപത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഭഗവാൻ വിഷ്ണുവിന്റെ രൂപമുള്ള ഒരു കരുണാമയൻ ജനിച്ചു. അപ്പൊ ജനിച്ച ഉടനെ ആ കരുണാമയൻ എനിക്കൊരു പേരുതാ, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം താ എന്ന് പറഞ്ഞ് കരഞ്ഞു. അതായത് രോദനം ചെയ്തു. അങ്ങനെ രോദനം ചെയ്തവനായതുകൊണ്ട് ബ്രഹ്മാവ് അവനെ രുദ്രൻ എന്ന പേര് വിളിച്ചു. ഇനി നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ 1ഉം 2ഉം വരികൾ നോക്കാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോ അസ്യ ഭ്രൂമധ്യതോ അജനി മൃഢോ ഭവദേകദേശ. താവത് അപ്പോൾ, പ്രകോപമുദിതം കോപം വർദ്ധിച്ചു, പ്രതിരുന്ധതോ അസ്യ കോപത്തെ തടയാൻ ശ്രമിച്ച ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യേ പുരികക്കൊടികളുടെ നടുക്ക് നിന്നും അജനി ജനിച്ചു, മൃഡോ കാരുണ്യമുള്ളവൻ, ഭവദേകദേശ ഏകദേശം അങ്ങയെപ്പോലെ ഇരിക്കുന്ന. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്? ഭഗവാൻ ആ ബ്രഹ്മാവ് തൻ്റെ മനസ്സ്, അപ്പൊ ബ്രഹ്മാവിന്റെ മനസ്സ് നിറയെ ഭഗവാനെ പഠിച്ച് ശുദ്ധമായി. അങ്ങനെ ബ്രഹ്മാവിന്റെ മനസ്സ് ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് അതീവ ശുദ്ധമായി തീർന്നപ്പോൾ ആ മനസ്സിൽ നിന്ന് ജനിച്ചതാണ് സനകാദികൾ. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിനകത്ത് പറഞ്ഞു. ഈ സനകാദികളോട് എന്താജ്ഞാപിച്ചു? സൃഷ്ടി നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ സനകാദികളാകട്ടെ എങ്ങനെ? ബ്രഹ്മാവ് തൻ്റെ ഹൃദയം നിറയെ ഭക്തി നിറച്ച സമയത്ത് ജനിച്ചവരാണ്. മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ജനിപ്പിച്ചതാണ്. അപ്പൊ ആ ജനിച്ച സ്ഥലം മനസ്സാണ് ബ്രഹ്മാവിന്റെ. ആ സമയത്ത് ബ്രഹ്മാവിന്റെ മനസ്സ് നിറയെ ഭക്തിയാണ്. അതുകൊണ്ട് സനകാദികൾ ഭക്തിയിൽ മാത്രം ലഭിക്കുന്നവരായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കണം, അവർക്ക് നല്ല മനസ്സിന് സുഖം കൊടുക്കണം, ഗർഭിണികളെ വഴക്കു പറയാൻ പാടില്ല. എന്തുകൊണ്ട് ഗർഭിണികളെ വഴക്കു പറയാൻ പാടില്ല? ഗർഭിണികളെ വഴക്കു പറഞ്ഞാൽ അവരുടെ മനസ്സ് വിഷമിക്കും. അവരുടെ മനസ്സ് വിഷമിച്ചാൽ അത് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. നിങ്ങൾ അവരെ പ്രകോപിപ്പിച്ചാൽ ഗർഭിണികൾക്ക് ആ സമയത്ത് മനസ്സുകൊണ്ട് ദേഷ്യം വരും. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഗർഭിണികളെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ആ സങ്കടം അവർക്ക് നിരാശയും, ഉള്ളുകൊണ്ട് സങ്കടപ്പെടുത്തിയ ആളോടൊരു കോപവും വരും. സ്വാഭാവികമായിട്ടും ഉള്ളിൽ കിടക്കുന്ന ഈ കുട്ടിക്കും ഏതുണ്ടാകും? നിരാശയും കോപവും സങ്കടവും ഒക്കെ ഉണ്ടാകും. ഇത് പലതവണ ആവർത്തിച്ചാൽ ആ ജനിക്കുന്ന കുട്ടി വല്ലാത്ത കോപവും ഒക്കെ ഉള്ള ഒരു വഴക്കാളിയായി മാറും. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ഭർത്താവ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു മഹത്തായ സൃഷ്ടിക്ക് ജന്മം നൽകാൻ പോവുകയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരികയാണ്. അവനെ കൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പ്രയോജനമുണ്ടാകണം. അതൊരു നല്ല സന്താനമായിരിക്കണം. നല്ല സന്താനമല്ലെങ്കിൽ നാട്ടുകാർക്കും തലവേദന, ജനിപ്പിച്ച നിങ്ങൾക്ക് അതിനേക്കാൾ തലവേദനയായിരിക്കും. അപ്പൊ അതിനുള്ള മാർഗം, ഗർഭിണികളെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, അവരോട് ദേഷ്യപ്പെടരുത്. അവരെ എപ്പോഴും നല്ല സന്തോഷിപ്പിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ കൊടുത്ത് എപ്പോഴും അവരെ ഒരു ആഹ്ലാദത്തിൻ്റെ മൂഡിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ ആ ജനിക്കുന്ന കുട്ടിയെ കൊണ്ട് മാതാവിനും പിതാവിനും വലിയ പ്രയോജനം ഉണ്ടാകും. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നാരായണീയത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ബ്രഹ്മാവിന്റെ മനസ്സ് നിറയെ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് സനകാദികൾ ജനിച്ചത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭഗവാന്റെ ഭക്തിയിൽ എങ്ങനെ ആറാടി നിൽക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടികർമ്മം നടത്തുക എന്ന ബ്രഹ്മാവിന്റെ ആജ്ഞ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ സൃഷ്ടികർമ്മം നടത്താൻ തയ്യാറല്ല, ഞങ്ങൾക്ക് ആ സമയവും കൂടെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് പറഞ്ഞു. പിതാവായ തൻ്റെ ആജ്ഞ അനുസരിക്കാത്തത് കൊണ്ട് ബ്രഹ്മാവിന് കോപമുണ്ടായി. അപ്പൊ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വന്ന കോപത്തെ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചു. അപ്പം നിയന്ത്രിക്കാൻ ശ്രമിച്ചത് കൊണ്ട് കോപത്തിന്റെ ഒരു ബാഹ്യ പ്രകടനമാണ് ശാപം. നമുക്ക് എപ്പോഴെങ്കിലും കോപം വന്നാൽ നമ്മൾ ഉടനെ ചെയ്യുന്നത് വെച്ച് ശപിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കോപത്തിന്റെ ബാഹ്യ പ്രകടനമായ ശാപം ഇവിടെ ഉണ്ടായില്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ബ്രഹ്മാവ് തന്റെ കോപത്തെ എന്ത് ചെയ്തു? വളരെ ശക്തമായി നിയന്ത്രിച്ചു നിർത്തി. പിന്നെ രണ്ടവര് തന്റെ മാനസ പുത്രന്മാരുമാണ്. ഇങ്ങനെ അമർത്തപ്പെട്ട കോപം, ഈ എനർജി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഈ കോപം അമർത്തി വെക്കുമ്പോൾ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ആ എനർജി എന്ത് ചെയ്തു? പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഒരു പുത്രനായി പുറത്തു വന്നു. അതാ ഞാൻ പറഞ്ഞ, ഒരു ഗർഭിണി അവർക്ക് കോപമോ സങ്കടമോ ഒക്കെ വന്നാൽ ആ പൊങ്ങുന്ന എനർജി എന്തെങ്കിലും ചെയ്യണ്ടേ? ആ എനർജി അവരുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് സ്വാഭാവികമായും തിരിഞ്ഞു പോകും. ഇവിടെ ബ്രഹ്മാവ് കോപം നിയന്ത്രിക്കാൻ ശ്രമിച്ചതിന് കാരണമുണ്ട്. കാരണം പുത്രന്മാര് ആജ്ഞ അനുസരിച്ചില്ല. ആജ്ഞ അനുസരിക്കാത്തത് കൊണ്ടാണ് കോപം ഉണ്ടായത്. പക്ഷേ തൻ്റെ പുത്രന്മാര് സനകാദികള് തൻ്റെ ആജ്ഞ അനുസരിക്കാത്തത് ധിക്കാരം കൊണ്ടല്ല. മനസ്സിലായില്ലേ? സനകാദികൾ ഒരിക്കലും ധിക്കാരം കൊണ്ടല്ല സൃഷ്ടി ചെയ്യാൻ തയ്യാറാകാതിരുന്നതെന്ന് അറിയാം. എന്നു മാത്രവുമല്ല, സനകാദികള് ബ്രഹ്മാവിന്റെ മനസ്സ് നിറയെ ഭക്തി നിറഞ്ഞു കവിഞ്ഞപ്പോൾ രൂപം കൊണ്ട അതിവിശുദ്ധമായ മഹർഷിമാരാണ്. അവര് ശുദ്ധ സ്വാത്വികരാണ്. ഇത് വളരെ മനസ്സിലാക്കണം. ബ്രഹ്മാവിന്റെ ഹൃദയം വിഷ്ണു ഭക്തി കൊണ്ട് കരകവിഞ്ഞപ്പോൾ അതിൽ നിന്ന് ജനിച്ചവരാണ് സനകാദി. അപ്പൊ സനകാദികളെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണുവിന്റെ ഗുണങ്ങൾ അവർക്കുണ്ടാകും. എന്താ മഹാവിഷ്ണുവിന്റെ ഗുണം? സാത്വിക ഭാവം. ആ സാത്വിക ഭാവമാണ് അവർക്കുള്ളത്. ബ്രഹ്മാവ് പറയുന്നതോ സൃഷ്ടി നടത്താൻ. സൃഷ്ടി എന്ന് പറയുന്നത് ഏതാണ്? രജോ ഗുണമാണ്. അപ്പൊ നല്ല ഒന്നാം തരം സ്വാത്വിക ഗുണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയിൽ നിന്ന് ജനിച്ചവരാണ് ആരെന്ന് പറയുന്നത്? സനകാദികള്. ആ സനകാദികളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി നടത്തുക രജോ ഗുണം. അപ്പൊ സ്വാത്വിക ഗുണം മാത്രമുള്ള അവർക്ക് ഒരിക്കലും രജോ ഗുണം ചെയ്യാൻ പറ്റില്ല. അവര് ഭഗവാന്റെ അനുഗ്രഹമുള്ള മഹർഷിമാരാണ്. അവരങ്ങേയറ്റം ശ്രേഷ്ഠന്മാരാണ്. ആ ശ്രേഷ്ഠതയിൽ എന്തുണ്ട്? ബ്രഹ്മാവിന് ബഹുമാനവുമുണ്ട്. പിന്നെ തൻ്റെ മാനസപുത്രനാണെന്ന കാരുണ്യവുമുണ്ട്. അപ്പൊ ബ്രഹ്മാവിന് സനകാദികള് ആദ്യം തൻ്റെ ആജ്ഞ അനുസരിക്കാതെ വന്നപ്പോ കോപം വന്നു. പക്ഷെ ആ കോപത്തെ അടക്കി. ബ്രഹ്മാവ് സ്വയം പറഞ്ഞു, ഇവർ ഭക്തിയിൽ നിന്ന് ജനിച്ചതാണ്, അവര് സ്വാത്വികരാണ്, സൃഷ്ടികർമ്മം രജോ ഗുണമാണ്, അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ തൻ്റെ മനസ്സിൽ ജനിച്ച പുത്രനല്ലേ, അത് ഓർത്തപ്പോൾ ഒരു ഉണ്ടായി. ആ കാരുണ്യം കൊണ്ടാണ് തൻ്റെ കോപത്തെ അദ്ദേഹം അടക്കിയത്. അപ്പൊ ആ കാരുണ്യം ഉണ്ടായപ്പോൾ, അതായത് കാരുണ്യം കൊണ്ട് കോപത്തെ അടക്കി. ആ കോപത്തിൽ നിന്ന്, കാരുണ്യം കലർന്ന കോപത്തിൽ നിന്ന്, ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവനെ കാരുണ്യവാൻ എന്നർത്ഥം വരുന്ന മൃഢൻ എന്ന് വിളിച്ചു. അപ്പൊ ഇതിനകത്ത് കവി മൃഢൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരുണ്യവാൻ. കാരുണ്യവാനന്റെ സംസ്കൃത പദമാണ് മൃഢൻ. അപ്പൊ ഇവര് കാരുണ്യത്തിൽ നിന്നാണ് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ കോപത്തെ തൻ്റെ മക്കളല്ലേ എന്ന ചിന്ത വന്നപ്പോ കാരുണ്യം വന്നു. ആ കോപം ഉദിച്ചപ്പോ തന്നെ ഭ്രൂമധ്യം ചലിക്കാൻ തുടങ്ങി. ആ കോപത്തിനകത്തേക്ക് കാരുണ്യം കലർത്തി.
ആ കാരുണ്യം കലർത്തിയതിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് കാരുണ്യമുള്ളവൻ എന്നർത്ഥം വരുന്ന മൃഢൻ എന്ന പേര് ബ്രഹ്മാവ് നൽകി. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കടക്കാം. 3ഉം 4ഉം വരികൾ നിങ്ങൾ നോക്കിക്കൊള്ളൂ. നാമാനി മേ കുരു പദാനി ചഹ വിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമ. നാമാനി പേരുകൾ എന്നർത്ഥം, നാമങ്ങൾ. മേ കുരു എനിക്ക് തരൂ, പദാനി താമസിക്കാനുള്ള സ്ഥലം, വിരിഞ്ചേ ബ്രഹ്മാവേ, ആദൗ ആദിയിൽ, രുരോധ കില അർദ്ധം കരഞ്ഞു അത്രേ, രുരോധ കില കരഞ്ഞു അത്രേ, തേന സ രുദ്രനാമ അവൻ രുദ്രൻ എന്ന് പേരുള്ളവനായി തീർന്നു. അതായത് ഈ ജനിച്ച കാരുണ്യവാൻ ഉണ്ടല്ലോ, ആ കാരുണ്യവാൻ ഭഗവാന്റെ അംശാവതാരമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ അംശാവതാരമാണ്. അത് കാണിക്കാനാണ് രണ്ടാമത്തെ വരിയില് ഭവദേകദേശ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം അങ്ങയെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വ്യത്യസ്തമാണ് അല്ലേ? സത്വഗുണമാണ് ഏറ്റവും നല്ലത്, രജോ ഗുണമാണ് സൃഷ്ടിക്കൊക്കെ ഉപയോഗിക്കുന്നത്, തമോ ഗുണമാണ് ഏറ്റവും മോശം. ഇത് മൂന്നും വ്യത്യസ്തമാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് മൂന്നും ഭഗവാന്റെ തന്നെ ഗുണങ്ങളാണ്. സത്വഗുണവും ഭഗവാന്റേതാണ്, രജോ ഗുണവും ഭഗവാന്റേതാണ്, തമോ ഗുണവും ഭഗവാന്റേതാണ്. പക്ഷേ നമ്മുടെ തമോ ഗുണവും ഭഗവാന്റെ തമോ ഗുണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭഗവാനാകട്ടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് സൃഷ്ടിയെ സംഹരിക്കാൻ സമയമാകുമ്പോൾ മാത്രം ഭഗവാൻ എന്ത് ചെയ്യുന്നു? തമോ ഗുണം സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കുന്നു. മനുഷ്യന്റെ തമോ ഗുണമാകട്ടെ ഒരുത്തനുമായിട്ടൊരു പിണക്കം വന്നാൽ അവനെ വെട്ടിക്കൊന്ന തമോ ഗുണം അവൻ പ്രകടമാക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെയും തമോ ഗുണങ്ങൾ തമ്മിൽ എപ്പോഴും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ ശരിക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാരുണ്യം തന്നെയാണ് ആരായി ജനിച്ചത്? ബ്രഹ്മാവിന്റെ കോപത്തിൽ നിന്നുണ്ടായ ഈ നിഷ്കളങ്കനായി ജനിച്ചത്. അപ്പൊ ജനിച്ച ഉടനെ അദ്ദേഹം ബ്രഹ്മാവിനോട് പറഞ്ഞു, എനിക്ക് പേരുകൾ താ, എനിക്കൊരു പേര് താ, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം പറഞ്ഞുതാ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്, അതായത് രോദനം ചെയ്തതുകൊണ്ട്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് രോദനം ചെയ്ത് പറഞ്ഞത് കൊണ്ട് ഇന്നു മുതൽ നീ രുദ്രൻ എന്ന പേരിൽ അറിയപ്പെടും. അതാണ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, ബ്രഹ്മാവിന്റെ കാരുണ്യം കൊണ്ട് കോപത്തെ അടിച്ചമർത്തതിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കോപവും ഉണ്ടാകും കാരുണ്യവും ഉണ്ടാകും. മനസ്സിലായോ? ബ്രഹ്മാവ് കോപം വന്നപ്പോൾ ആ കോപത്തെ അടിച്ചമർത്തി, സാരമില്ല, ഇവൻ ഭക്തിയിൽ നിന്ന് സനകാദികൾ ജനിച്ചതുകൊണ്ട് അങ്ങനെ അവർക്ക് സൃഷ്ടി നടത്താൻ പറ്റില്ല. അപ്പൊ കോപത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ഇടകലർന്നതിൽ നിന്ന് ജനിച്ചവനാണ് രുദ്രൻ. അതുകൊണ്ട് തന്നെ രുദ്രൻ അല്ലെങ്കിൽ ശിവന് കോപവുമുണ്ട്, ഏതുമുണ്ട്? കാരുണ്യവും ഒരേ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയിൽ ആരെ സഹായിക്കാൻ പറ്റും? ബ്രഹ്മാവിനെ സഹായിക്കാൻ പറ്റും. അപ്പൊ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തന്നെ അംശമായ മഹാവിഷ്ണു സ്വാത്വിക ഗുണമുള്ള ആള്, ശിവനാകട്ടെ ഏതാണ്? രൗദ്രഭാവമുള്ള ഒരാള്. അപ്പൊ അതിനകത്ത് നിങ്ങൾ അമ്പരക്കല്ല. കാരണം സ്വാത്വിക ഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാം ഭഗവാന്റെ തന്നെ വിവിധ ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ശിവഭഗവാൻ ജനിച്ചത്. മനസ്സിലായല്ലോ? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.